ജാനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക് ഡേ ആയി ആഘോഷിക്കുന്നു. ഇന്ത്യയുടെ ഈ വർഷത്തെ റിപ്പബ്ലിക് ദിനം വളരെയധികം പ്രത്യേകതകൾ നിറഞ്ഞതായിരിക്കും. പാകിസ്ഥാൻ ഒരിക്കലും മറക്കാനാവാത്ത ഓർമ്മകൾ നൽകുന്ന ഒരു പരേഡായിരിക്കും ഇന്ത്യ ഈ വർഷം കാഴ്ചവെക്കാൻ പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമുള്ള ഇന്ത്യയുടെ ആദ്യത്തെ റിപ്പബ്ലിക് ദിന പരേഡ് 2025 മെയ് മാസത്തിൽ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ സൈന്യം പാകിസ്ഥാൻ പാക് അധിനിവേശ കാശ്മീർ എന്നിവിടങ്ങളിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് നശിപ്പിച്ചത്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ വിജയവും പാകിസ്ഥാന്റെ പരാജയം ഒരിക്കലും പാകിസ്ഥാനെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. തങ്ങളുടെ സൈനിക മേധാവിയെ ഫീൽഡ് മാർഷൽ സ്ഥാനത്തേക്ക് ഉയർത്തുകയും അതേസമയം തന്നെ പാകിസ്ഥാൻ തങ്ങൾക്കാണ് വിജയമെന്ന് അവകാശപ്പെടുകയും ചെയ്തു. എന്നാൽ പാകിസ്ഥാന്റെ റൺവേകളിൽ ആക്രമിച്ച് നശിപ്പിക്കപ്പെട്ട ഭീകര കേന്ദ്രങ്ങൾ ഇപ്പോഴും തുറന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഓപ്പറേഷൻ സിന്ദൂരിൽ ഉപയോഗിച്ച തദ്ദേശീയ വൈദഗ്ധ്യം 2026 റിപ്പബ്ലിക് ദിന പരേഡിലൂടെ ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിക്കാനൊരുങ്ങുകയാണ് ഇന്ത്യൻ സൈന്യം. അതെ, 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ആദ്യമായി ഇന്ത്യൻ വ്യോമസേന സിന്ദൂർ ഫോർമേഷൻ പറത്തും. ഓപ്പറേഷൻ സിന്ദൂരിൽ പങ്കെടുത്ത യുദ്ധവിമാനങ്ങൾ പറക്കും. ഫോർമേഷനിൽ 2 റഫേൽ വിമാനങ്ങൾ, സുഖോയ് 30 വിമാനങ്ങൾ, MiG-29 വിമാനങ്ങൾ എന്നിവയും ഒരു ജഗ്വാർ യുദ്ധവിമാനവും ഉണ്ടാവും. കൂടാതെ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾക്കെതിരായ സൈനിക നടപടിയിൽ ഇന്ത്യയുടെ വിജയത്തെയും ത്രിസേനകളുടെ ഏകോപനത്തെയും ഉയർത്തിക്കാട്ടുന്ന സംയുക്തതയിലൂടെ വിജയം എന്ന മുദ്രാവാക്യത്തോടെ ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യൻ സായുധ സേന ഒരു ടാബ്ലോ പ്രദർശിപ്പിക്കും. വ്യോമസേനയുടെ ടാബ്ലോയിൽ 350 കിലോമീറ്റർ ദൂരത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ പ്രവർത്തനം നടത്തുന്ന S-400 സിസ്റ്റവും ഉണ്ടായിരിക്കും. ശത്രുവിന്റെ വ്യോമസേനയുടെ മുൻകൂർ മുന്നറിയിപ്പ് പ്ലാറ്റ്ഫോമിനെ ഇത് നിർവീര്യമാക്കും. ഇന്ത്യ ആദ്യം കണ്ടെത്തുന്നു, ആദ്യം തീരുമാനിക്കുന്നു, ആദ്യം നശിപ്പിക്കുന്നു എന്ന വ്യക്തമായ സന്ദേശമാണ് ഇത് നൽകുന്നത്. ആത്മനിർഭർ ഭാരത് എന്ന ദൃഢനിശ്ചയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം, ആകാശ് ആയുധ സംവിധാനം, മറ്റ് ആയുധങ്ങൾ എന്നിവയുമായി ഇന്ത്യൻ സായുധ സേനയുടെ സൈനിക ശക്തി പ്രദർശിപ്പിക്കും. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാൻ സൈന്യത്തിന്റെ താവളങ്ങൾ ആക്രമിക്കാൻ ഉപയോഗിച്ച ദീർഘദൂര സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലായ ഇന്ത്യയുടെ ബ്രഹ്മാസ്ത്രം ബ്രഹ്മോസ് തീർച്ചയായും പരേഡിന്റെ ആകർഷണ കേന്ദ്രമായിരിക്കും. ഇതുകൂടാതെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത 3ാം തലമുറ മെയിൻ ബാറ്റിൽ ടാങ്ക് MBT ആയ അർജുനും പ്രദർശനത്തിലുണ്ടാകും. MBT അർജുൻ ആദ്യമായാണ് കർത്തവ്യ പാതയിൽ എത്തുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ DRDOയുടെ ചില നൂതന കണ്ടുപിടുത്തങ്ങളും ഉണ്ടായിരിക്കും. ലോങ് റേഞ്ച് ആന്റി ഷിപ്പ് ഹൈപ്പർസോണിക് മിസൈൽ അഥവാ LRASHM, DRDO ടാബ്ലോ, നാവൽ ടെക്നോളജീസ് ഫോർ കോമ്പാറ്റ് സബ്മറൈൻസ് എന്നിവയാണ് ഈ സംവിധാനങ്ങൾ. പരേഡിൽ DRDOയുടെ ഒരു ലോഞ്ചറിനൊപ്പം LRASHM പ്രദർശിപ്പിക്കും. ഇന്ത്യൻ നാവികസേനയുടെ തീരദേശ ബാറ്ററി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ ആയുധ സംവിധാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. സ്റ്റാറ്റിക് ചലിക്കുന്ന ലക്ഷ്യങ്ങളെ നേരിടാൻ കഴിവുള്ള ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈലാണ് LRAHM. വിവിധ പേലോഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഇത്. ഈ ഹൈപ്പർസോണിക് മിസൈൽ ഒരു ക്വാസി ബാലിസ്റ്റിക് പാത പിന്തുടരുന്നു. മാക് 10 ആരംഭിച്ച് ഒന്നിലധികം സ്കിപ്പുകൾക്കൊപ്പം ശരാശരി മാക് 5 നിലനിർത്തുന്ന ഒരു ഹൈപ്പർസോണിക് വേഗതയാണ് ഇതിനുള്ളത്. തീർച്ചയായും ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരിക്കും. ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിരിക്കുന്നതിനാലും ഇന്ത്യ ആഗ്രഹിക്കുമ്പോൾ അത് ആരംഭിക്കാൻ കഴിയുമെന്നതിനാലും പാകിസ്ഥാന്റെ ദുഷ്കരമായ സാഹസികതകൾക്ക് നിർണായകമായും ശക്തമായ മറുപടി നൽകുന്ന ഈ സംവിധാനങ്ങൾ പാകിസ്ഥാനെ തികച്ചും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയായിരിക്കും. 2026 ജനുവരി 26 ഇന്ത്യയുടെ റിപ്പബ്ലിക് ഡേ പരേഡ് പാകിസ്ഥാന് തികച്ചും ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അതേപോലെ തന്നെ യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയ്നും ഈ വർഷത്തെ പരേഡിൽ മുഖ്യ അതിഥികളായിരിക്കും. അതേപോലെ തന്നെ 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ ഭൈരവ് ലൈറ്റ് കമാൻഡോ ബറ്റാലിയൻ അരങ്ങേറ്റം കുറിക്കും. പ്രത്യേക സേനയ്ക്കും സാധാരണ കാലാൾപ്പടയ്ക്കും ഇടയിൽ പാലമായി പ്രവർത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഉന്നത സേനകളാണ് ഭൈരവ് യൂണിറ്റുകൾ. ഈ ബറ്റാലിയനുകൾ ചൈനയുമായും പാകിസ്ഥാനുമായുമുള്ള ഇന്ത്യയുടെ അതിർത്തികളിൽ വേഗത്തിലുള്ളതും ഉയർന്ന ആഘാതമുള്ളതുമായ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് രൂപീകരിച്ചിരിക്കുന്നത്. നിലവിൽ 5 ഭൈരവ് ബറ്റാലിയനുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാണ്. 4 കൂടി വികസിപ്പിക്കാനുള്ള ശ്രമത്തിലുമാണ്. ഇതുകൂടാതെ മറ്റൊരു പ്രത്യേകതയാണ് ഇന്ത്യയുടെ അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ മൃഗങ്ങളുടെ പ്രാധാന്യം പ്രതിഫലിപ്പിക്കുന്നതാണ് ഈ വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡ്. ഇന്ത്യയുടെ ഉയർന്ന സൈനിക ശേഷിയെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഇന്ത്യൻ സൈന്യത്തിലെ മൃഗങ്ങൾ കർത്തവ്യപാതയിലൂടെ മാർച്ച് ചെയ്യും. രാജ്യത്തിന്റെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ അതിർത്തികളെ സംരക്ഷിക്കുന്നതിൽ ഇവ വഹിക്കുന്ന പങ്ക് അടിവരയിടുന്ന റീമൗണ്ട് ആൻഡ് വെറ്റിനറി കോർപ്സിന്റെ ശ്രദ്ധാപൂർവം ക്യൂറേറ്റ് ചെയ്ത ഒരു മൃഗസംഘത്തെ സായുധ സേന ആദ്യമായി പ്രദർശിപ്പിക്കും. അതേപോലെ തന്നെ 2026 റിപ്പബ്ലിക് ദിനം ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതിന്റെ ഒരു പ്രദർശനം തന്നെയായിരിക്കും. തദ്ദേശീയവും ഇന്ത്യയിൽ നിർമ്മിച്ചതുമായ സംവിധാനങ്ങൾ പരേഡിന്റെ ഒരു പ്രധാന ആകർഷണമായിരിക്കും. എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു റിപ്പബ്ലിക് ദിനം ആശംസിക്കുന്നു.
ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.